അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത് പയ്യോളി ചിക്കൻ ഫ്രൈ യൂഷ്വലി ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നല്ല ചുവന്ന മുളകിൻ്റെയും തേങ്ങ വറുത്തിടുന്നതിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് 3/4 കിലോ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് 15 അല്ലി കാശ്മീരി ചില്ലി 15 അല്ലി ചെറിയ ഉള്ളി 10-12 അല്ലി വെളുത്തുള്ളി 1 ടീസ്പൂൺ ജീരകം 1 കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില 1/2 ടീസ്പൂൺ ഗരം മസാല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 നാരങ്ങയുടെ നീര് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇതൊന്ന് വറുത്തെടുക്കാനാണ് 3/4 മുറി തേങ്ങ ചിരകിയത് ആദ്യം നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുക്കണം ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തെടുക്കാം ചിക്കനിലേക്ക് ചതച്ച മുളകിൻ്റെ മിക്സും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും അരിപ്പൊടിയും കോൺഫ്ലവറും നാരങ്ങാനീരും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കൂടുതൽ നേരം ഇരുന്നാൽ അത്രയും ടേസ്റ്റ് കൂടും ചിക്കൻ വലിയ പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ വരഞ്ഞിട്ട് കൊടുക്കണം എന്നാലേ മസാല നല്ലപോലെ പിടിക്കുള്ളൂ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് മുരിച്ചെടുക്കണം ഈ ഡിഷ് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതിലേക്ക് തേങ്ങയും ചതച്ച മുളകിൻ്റെ മിക്സും ചേർത്ത് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ തേങ്ങ വേഗം കരിഞ്ഞു പോകും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം യൂഷ്വലി ഒരുപാട് എണ്ണ യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്രൈ ഉണ്ടാക്കാറ് ഞാൻ ഇന്ന് എണ്ണ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ തേങ്ങ നല്ലപോലെ ക്രിസ്പി ആവണം നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇത് മാറ്റിയെടുക്കാം ഇനി ഇതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എല്ലാം മാറ്റുന്നുണ്ട്
വറുത്ത തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചിക്കനും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾ പിന്നെ ഇത് ഉണ്ടാക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല റെസിപ്പികളായിട്ട് വരാം. താങ്ക് യു.